ഏത് റൂമാ ചേട്ടാ വേണ്ടത്? ഡബിളോ സിംഗിളോ? എ സിയോ നോൺ എ സിയോ? എത്ര ദിവസത്തേക്കാ? സാറ് മാത്രമേ ഉള്ളോ അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പൊന്നനിയ ഒന്ന് ശ്വാസം വിട്, എന്നാലേ വന്ന കാര്യം പറയാൻ പറ്റത്തുള്ളൂ. അല്ല, കാര്യങ്ങൾ അറിഞ്ഞാൽ ആ രീതിയിലുള്ള റൂം എടുത്താ പോരെ? എടോ, മുറിയെടുക്കാൻ വന്ന അല്ലെങ്കിലോ? പിന്നെ വേറെ ആരെങ്കിലും കാണാമെന്നാണോ? എങ്കിൽ റൂം നമ്പർ പറ. റൂം നമ്പർ അതില്ല. റൂം നമ്പർ ഇല്ലാത്ത മുറിയൊന്നും ഇവിടെ ഇല്ല. എല്ലാ മുറിക്കും നമ്പറുണ്ട്. ഇവൻ ഏതല്ല? എടോ, റൂം നമ്പർ എനിക്കറിയത്തില്ലെന്നാ പറഞ്ഞത്. എന്നാ ആളുടെ പേര് പറ. വിഷ്ണു. വിഷ്ണു എന്ന പേരിൽ ആരും ഇവിടെ താമസമില്ല. ഒരു മുരുകനുണ്ട്. മുരുകൻ? എടോ, മുരുകനല്ലടോ, എന്റെ മോൻ വിഷ്ണു. അവനോടാ താമസിക്കുന്നേ. ഞാൻ അവനെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടല്ലോ. റൂം എനിക്കറിയാം, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. ഏയ് നിക്ക് 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 നിക്ക്. ചേട്ടാ, അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് പേര് പറഞ്ഞാ വിളിച്ചു കാണിച്ചു തരാം. ഇത് വലിയ കഷ്ടമായില്ല. എടോ, അതല്ലേ പറഞ്ഞ വിഷ്ണു. വിഷ്ണു ഒന്നും അപ്പൊ ഇയാള് പറയാ ഇവിടെ അങ്ങനെ ആളില്ലെന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ കണ്ടുപിടിച്ചു തരാന്ന്. എന്താ എന്താ സംഭവം? ഒരു വിഷ്ണുവിനെ അന്വേഷിച്ചാ വന്നിരിക്കുന്നത്. രജിസ്റ്ററിൽ അങ്ങനെ ഒരു പേരേ ഇല്ല. ഇവിടെ അങ്ങനെ ഒരാൾ താമസിക്കുന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാ അയാളെ ഉണ്ടാക്കി കൊടുക്കുന്നേ? അതെ, ഒരു കറുത്ത കളറുള്ള ജീപ്പില അവൻ വരെയും പോവുകയൊക്കെ ചെയ്യുന്നതേ. താടിമുടിയൊക്കെയുള്ള ആളാ, ഒരു വെളുത്ത പയ്യനാ. ആ, നിങ്ങൾ കണ്ടുപോണേ. അവര് ഈ ചിട്ടിപ്പരിവിന്റെ ആവശ്യമായിട്ടാ ഇവിടെ താമസിക്കുന്നേ. അല്ല, ഇത് നമ്മുടെ ശിവന്റെ കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വിഷ്ണു ഉണ്ടോന്നല്ലയോ ചോദിച്ചത്? അതെ. സൂക്ഷിച്ചും കണ്ടോക്കെ ഇടപെട്ടാ മതി. ആളത്ര നോർമൽ അല്ല. കുഴപ്പാവോ? നിങ്ങൾ വേഗം ശിവനെ വിളിക്കാം. ഞാനേ, എനിക്ക് എന്റെ മോൻ വിഷ്ണുവിനെ ഇപ്പൊ കിട്ടണം. എന്റെ ചേട്ടാ, അയാളിപ്പോ ഇവിടെ അല്ല താമസം. ചേട്ടൻ സമാധാനപ്പെട്, ഞങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ, നിന്റെ പേരെന്ന് എന്റെ അടുത്ത് വേണ്ടടാ. എന്റെ മോനെ നിങ്ങൾ അകത്തുകൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ മോനെ കാണാതെ ഞാനിവിടുന്ന് പോകത്തില്ല. അവനങ്ങോട്ട് ഞാൻ പോകത്തുള്ളൂ. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാ ശാലിനി ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കുറെയൊക്കെ എനിക്കും അറിയാവുന്നതാണ്. ആര് സങ്കടപ്പെടരുതെന്ന് കരുതി വിഷ്ണു തന്നെയാ ഇതെല്ലാം മറച്ചുവെച്ചത്. അമ്മയും അച്ഛനും അറിഞ്ഞ അവർക്കത് താങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞ് ശാലിനി പോലും അറിയിക്കാതെയാ കാര്യങ്ങളെല്ലാം ചെയ്തത്. ആകെക്കൂടി അറിയാവുന്നത് രേഷ്മയ്ക്ക് മാത്രമാ. ഞാനൊരു നിമിഷം പതറിപ്പോയില്ലേ. ഏട്ടത്തിമേ ഞാനും സംശയിച്ചു. പിന്നെ രേഷ്മ എന്ത് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴല്ലേ ഇതിന്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. വിഷ്ണുവിന്റെ ഇൻഷുറൻസ് തുകയെ കുറിച്ചായിരുന്നല്ലോ ശാലിനിയിലുള്ള പ്രധാന ആരോപണം. അതിൽ നിന്നും 5 പൈസ പോലും എടുക്കാതെയാ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെക്കാൻ വേണ്ടി എടുത്തതിന് ഞാൻ സാക്ഷിയാ. ഒരാളും ചെയ്യുന്ന നന്മ കാണില്ല, അതിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ എന്തോ വലിയ ഉത്സാഹമാ. ഞാനാരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇതിപ്പോ ഈ വഴക്കം ബഹളമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആദ്യം ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ശാലിനി തന്നെ ആയിരുന്നേനെ. ഇപ്പൊ ഞാനുള്ളതുകൊണ്ട് അത് എന്നിലേക്ക് വന്നെന്ന് മാത്രം. അല്ല ശരി, ഇല്ല ഇപ്പൊ ഈ രാത്രി രാഘവ് സാറ് നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് ഒരു ഓർമ്മയില്ലാതെ നടക്കുന്ന മനുഷ്യനാ. എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ല സാർ ഇപ്പൊ എവിടേക്കാ പോയിരിക്കുക? ആരെ തിരക്കിയായിരിക്കും ഇറങ്ങിയിരിക്കുക? വിഷ്ണുവിനെ, അതായത് എന്നെ. ഒരച്ഛനും മകനെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ആ ഭാഗ്യം കിട്ടിയത് എനിക്ക്. അല്ല, ലോഡ്ജിൽ നിന്നാണല്ലോ. അവിടുന്ന് താമസം മാറിയതല്ലേ, പിന്നെ എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ ഹലോ ശിവ, നിന്നെ തിരക്കി പ്രായമുള്ള ഒരാളിവിടെ വന്നിട്ടുണ്ട്. അവിടെ എത്തിയോ? ആ എത്തി. വിഷ്ണു എവിടെയെന്ന് ചോദിച്ചു വലിയ ബഹളാ. ഒരുവിധം ഇവിടെ അടക്കി ഇരുത്തിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ വരെ വരണം. ഞാൻ ദേ ഇപ്പൊ തന്നെ വരാം. ആളെ വിട്ടുകളയല്ലേ, കയ്യിൽ നിന്ന് പോയാ വലിയ പണിയാ. ഏയ്,
അങ്ങനെയൊന്നും വിടത്തില്ല. നീ വേഗത്തിലിങ്ങ് എത്തിയാ മതി. ആ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ദാ വന്നു കഴിഞ്ഞു. ഇപ്പൊ വരും. ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആ അങ്ങനെ വഴിക്ക് വാ. ആ അവനെ കണ്ടിട്ട് ഞാൻ പോവത്തുള്ളൂ. എടാ കമല, ആള് ലോഡ്ജിലുണ്ട്. അവരെ വശക്കേടായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ചെല്ലാം. നീ വണ്ടി എടു. അച്ഛനും അപ്പൊ ഈ വണ്ടി എടാ ബൈക്കൊക്കെ അവിടെ ഇരിക്കട്ടാ. നീ എളുപ്പത്തിൽ ഒന്ന് വണ്ടി എടു. ആ ഡാ, എന്റെ മോനെ പേരിട്ടതേ ഞാനാ, അല്ല നീയല്ല. ഓ അവൻ വിഷ്ണു ഞാൻ പറഞ്ഞ അവൻ വിഷ്ണുവാ. അല്ല തനിക്ക് തോന്നുന്ന പോലെ പേരൊന്നും മാറ്റാനേ ഞാൻ സമ്മതിക്കൊന്നുമില്ല. ആ ദേ വന്നല്ലോ ശിവൻ. അല്ല അച്ഛാ, അച്ഛന് എപ്പോ വന്നു? കുറച്ചു നേരമായടാ. വന്നപ്പോ പോലെ ഉമ്മലോട്ട് ഇടിച്ചോണ്ടിരിക്കുക. നിന്റെ റൂം തുറന്നിടാൻ പറഞ്ഞപ്പോഴേ വിഷ്ണുവിനോട് റൂമില്ലെന്ന്. എങ്കിലൊന്നും കാണട്ടെ ഞാനും വിചാരിച്ചു. എടാ യുവമാരെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ആ ആ അച്ഛൻ വാ. അച്ഛനെ അവിടെ വീട്ടിലെല്ലാവരും തിരക്കുവാ. എടാ ശിവ, നിനക്ക് എത്ര പേരുണ്ട്? ഏ?